ഇരിക്കണം. ഞാൻ അറിയാം, അഡ്വക്കേറ്റ് സിസ്റ്റർ അമല. നോ വണ്ടർ, സാധാരണമല്ലാത്തത് എന്തും ഒരു പോലീസ് ഓഫീസർക്ക് നോട്ടബിൾ ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് സിസ്റ്ററെ പറ്റി. പുവർ മാൻസ് അഡ്വക്കേറ്റ് എന്ന് ബാർ അസോസിയേഷനിലും പുറത്തും അറിയപ്പെടുന്ന സിസ്റ്റർ അമല. ലെറ്റ് us come to the point, sir. എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയും. എങ്ങനെ? ഫാദർ ക്ലെമൻ കാളിയാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അയാളെ കുരുക്കുവാനുള്ള തെളിവുകൾ. Come on, tell me. പറയുന്നതിന് മുൻപ് SP എനിക്ക് ഉറപ്പ് തരണം, ഈ തെളിവുകളൊന്നും നശിപ്പിച്ചു കളഞ്ഞ് അച്ഛനെ രക്ഷപ്പെടുത്തില്ലാന്ന്. സിസ്റ്റർക്ക് എന്നെ സംശയമുണ്ട്. ഇക്കാര്യത്തിൽ 100% ആരെയും വിശ്വാസമില്ല എനിക്ക്. ഓക്കെ, സിസ്റ്റർ തരുന്ന തെളിവുകൾക്ക് ഒരു സാക്ഷി, എന്റെ സുപ്പീരിയർ ഓഫീസർ ലോ ആൻഡ് ഓർഡർ IG ജെയിംസ് ജോർജ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം സിസ്റ്റർ തെളിവുകൾ വെളിപ്പെടുത്തിയാൽ മതി. അഗ്രീഡ്. ആയിരത്തോളം വരുന്ന യുവാക്കളുടെ ഒരു ഫോഴ്സിനെ മാർഷൽ ആർട്സ് അടക്കമുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് അച്ഛൻ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട് കാളിയാർ കോട്ടയിൽ. ഈ അച്ഛൻ തന്നെ കാശ് മുടക്കി കേസ് പറഞ്ഞ് ജയിലിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന ഒരു ഡോസിയർ ക്രിമിനലാണ് അവരുടെ ലീഡർ. പേര് സ്റ്റീഫൻ. ഓഹോ. കാളിയാർ അച്ഛന്റെ ഓർഫനേജിൽ ബോംബ് സ്ഫോടനം നടത്തിയത് രാജു നമശിവായം എന്നൊരാളാണ്. അയാളുടെ ശവശരീരം ഇന്ന് രാവിലെ ക്വാറിയിൽ നിന്നും കണ്ടെടുത്തു. ഇതിന്റെ പിന്നിലും കാളിയാർ അച്ഛന്റെ കൈകളാണ് സർ. ഡോ, ചോദിച്ച് ചോദിച്ച് മൂർച്ച പോയ അതേ ചോദ്യം തന്നെ വീണ്ടും തന്നോട് ഞാൻ ചോദിക്കുക. ഇതൊക്കെ വിളിച്ചു പോവാനല്ലാതെ തെളിയിക്കാൻ വല്ല തുരുമ്പുണ്ടോ തന്റെ കയ്യിൽ? ഐ മീൻ സോളിഡ് എവിഡൻസ്. ഓഫ് കോഴ്സ് സർ. 1 minute. സിസ്റ്റർ, പ്ലീസ് കം. അഡ്വക്കേറ്റ് സിസ്റ്റർ അമല, ഇരിക്കൂ. അത് ശരി, അച്ഛനെ തോപ്പിക്കാൻ കുരിശുമായി വന്നിരിക്കുന്നത് ഒരമ്മച്ചി തന്നെയാണല്ലോ. അതും ഒരു പാവം പുരോഹിതന്. No, he's not a priest. He's an anti-episcopal, anti-evangelical, anti-papal prudent person. സുവിശേഷത്തിന്റെ പേരിൽ നാട് മുഴുവൻ കുരുതിക്കളങ്ങൾ തീർക്കുന്നവനെ തളയ്ക്കാൻ ഇനിയെങ്കിലും അല്പം ധൈര്യം കാണിച്ചൂടെ? ആര് ധൈര്യം കാണിക്കണമെന്നായി വാദിക്കുന്നേ? ജെയിംസ് ജോർജ് എന്ന ലോ ആൻഡ് ഓർഡർ ഇൻസ്പെക്ടർ ജനറൽ. എന്റെ ഈശോയെ, ഞാൻ എന്നതായി കേൾക്കുന്നേ? നിങ്ങളൊക്കെ എന്നതാ ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നേ? എന്റെ സിസ്റ്ററെ, ഞാൻ ഇരിക്കുന്നത് പഴയ ദിവാൻ CPയുടെ കനകസിംഹാസനത്തിലൊന്നുമല്ല. ഇയാൾ 5 രൂപ പോലീസും അല്ല. എന്റെ തലയ്ക്ക് മുകളിലേ ഒരു വാള് തൂങ്ങിക്കിടപ്പുണ്ട്, അരിവാള്. മനസ്സിലായില്ല അല്ലേ? സർക്കാര് ഈ സുവിശേഷത്തെലെങ്ങാനും തൊട്ടാലുണ്ടല്ലോ. സുവിശേഷം, കാളിയറച്ചന്റെ സുവിശേഷം എന്ന് പറയൂ. വിശക്കുന്നവന്റെ വായിൽ പാലും റൊട്ടിയും തിരികെ കൊടുത്ത് അതിന്റെ പ്രതിഫലമായി അവന്റെ മനസ്സിൽ നിന്നും അവന്റെ ഈശ്വരനെ വലിച്ചു പറിച്ചെടുത്ത് കീറിക്കളയുന്ന സുവിശേഷം. അതല്ല ക്രിസ്തുവിന്റെ ലോർഡ്സ് പ്രേയർ. നിക്കോ സ്റ്റീരിയോവിൽ 10,000 വാട്സിൽ വിശ്വാസികളെ ഹിസ്റ്റീരിയ പിടിപ്പിച്ച് അലറിക്കുന്നതല്ല സുവിശേഷം. ഫാദർ ക്ലെമൻ കാളിയാറിനത് അറിയില്ലെങ്കിൽ എനിക്കറിയാം. ആ മനുഷ്യൻ കാരണം അന്തസ്സും അഭിമാനവും ചവിട്ടി അരിക്കപ്പെട്ട 100 കണക്കിന് കുടുംബങ്ങളുടെ കഥ എനിക്കറിയാം. ഇനിയും അയാളെ വളർത്തിയാൽ, വളരാൻ വിട്ടാൽ ആസനത്തിൽ മുളച്ച തണൽ മരം പോലെ കൊണ്ടു നടക്കണം. നടന്നേ പറ്റൂ. വല്ല NHലോ MC റോട്ടിലോ KK റോട്ടിലോ ഇറക്കാൻ നിൽക്കുന്ന തെണ്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് ചളുക്കാൻ മാത്രമുള്ള ആരോഗ്യവും ശേഷിയേ എനിക്കിപ്പോ ഉള്ളൂ. പിന്നെ അച്ഛനെ കുറിച്ച് സിസ്റ്റർക്ക് അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞോളൂ. ഞാനത് പാസ് ചെയ്തേക്കാം സ്പെഷ്യൽ ബ്രാഞ്ചിന്. സർ, കാളിയാറച്ചൻ ലൈനിലുണ്ട്. അത്യാവശ്യമായിട്ട് സാറിനെന്തോ പറയാറുണ്ടെന്ന്. കണ്ടിട്ട് സർ. ഞങ്ങളിവിടെ ഒരു സീരിയസ് ഡിസ്കഷനില്ല. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാന്ന് പറയും. സർ, എന്നെ വിശ്വസിക്കാം പൂർണ്ണമായും. ഒരു അറ്റാക്കിന് മുമ്പ് എല്ലാ ലൂപ്പ് ഹോൾസും നമ്മൾ അടച്ചിരിക്കണം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, സിസ്റ്റർ കളക്ട് ചെയ്ത എല്ലാ എവിഡൻസും എന്നെ ഏൽപ്പിക്കൂ. സോറി സർ, ഞാൻ തരില്ല. Now I feel a tricky trap. I'm extremely sorry. കാളിയറച്ചന്റെ ഈ നിൽക്കുന്ന അപ്പോസ്തലന്റെ മുന്നിൽ എവിഡൻസുകൾ അടിയറ വെച്ച് ഒരു വിഡ്ഢിയാവാൻ എനിക്ക് താല്പര്യമില്ല SP സർ. ഞാൻ പോകുന്നു. I feel shame on you, sir. At any cost, I will arrest him. തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലടോ അൻവറേ. I will show you, sir. Let us see. ഒരു ബ്രദറിനെ പോലെ കരുതി ഞാൻ പറയാ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. അല്ലെങ്കിൽ തുപ്പാനോ ഇറക്കാനോ കഴിയാതെ കൊക്കിലിരുന്ന് ശ്വാസം മുട്ടി ചത്തുപോകും. അങ്ങനെ ചാകേണ്ടി വന്നാൽ ഈ കൊക്കിലിരുത്തി തന്നെ ശ്വാസം മുട്ടിച്ച് ഞാൻ കാളിയറച്ചനെ കൊല്ലും. അല്ലാതെ സാറിനെ പോലെ ആസനത്തിൽ മുളച്ച ആ തണൽ മരത്തിന് കീഴെ ഈ 4 കാലി കസേരയിൽ മറ്റൊരു 4 കാലിയായി തികട്ടി വരുന്നത് വിഴുങ്ങിക്കൊണ്ട് ഞാൻ ഇരിക്കില്ല സർ. ഐ എം അൻവർ റാവുത്തർ IPS, entirely different from you.
ഇതുപോലെ എസ് പിയുടെ വഴിമുടക്കി ഈ കാളിയാറച്ചൻ ഉണ്ടാവും. എന്നെ എന്റെ വഴിക്കങ്ങ് വിട്ടേക്കണം. ഇല്ലാല് അതെല്ലാവർക്കും മോശമാണ്, നാശമാണ്. ഈ വെളുത്ത ലോഹയിട്ട് കൊന്ത ഉരുട്ടി കുർബാനയും ചൊല്ലി കുമ്പസാരിപ്പിച്ച് മാത്രം നടക്കുന്ന ഒരു പുളുന്താൻ അച്ഛനാണ് ഞാനെന്ന് നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. എന്റെ പ്രവർത്തികളിൽ കൈ കടത്തിയാൽ ആ കൈ ഞാൻ വിട്ടു. എന്നോ പിന്നെ താനങ്ങോട്ട് വിശുദ്ധ യൂദാസ്ലീഹയുടെ നൊവേനയ. ഇതുപോലെ സഹിക്കാൻ വയ്യാത്ത കോപം വരുമ്പോ മനസ്സിരുത്തി ചൊല്ലിയാ മതി. കോപം തണുക്കും, വിവേകം വരും. ഡിഗ്രേഷ്യ ഗ്ലോറിയ ഇൻ എക്സലൻസി. കാണാം. നിങ്ങൾക്ക് എന്ത് വേണം? മിയാ കുൽപ്പ, മിയാ കുൽപ്പ, മിയാ മാക്സ് ദിമാ കുൽപ്പ. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ഒരു കന്യാസ്ത്രീ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പിഴയ്ക്കരുത്. പിഴ ചെയ്താൽ അതിനുള്ള ശിക്ഷ ഭീകരമായിരിക്കും. യു ആർ എ നൺ, അൺഫിറ്റ് ടു ഫൈറ്റ്. എന്നെ പൊളിച്ചെഴുതാൻ ശ്രമിക്കരുത് സിസ്റ്റർ. സിസ്റ്റർക്ക് ബുദ്ധിയുണ്ടെന്ന് എനിക്കറിയാം. A word is enough for a wise man. So, get away from me. സിസ്റ്റർക്ക് ബൈബിളിൽ ഒരു വാക്യം ഓർമ്മയില്ല. ഞാൻ അറിയാതെ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും കൊഴിയുന്നില്ല, ഒരു മഞ്ഞുതുള്ളി പോലും പൊഴിയുന്നില്ല. മറവിൽ നിന്ന് ചെയ്യുന്നത് പകലെന്ന പോലെ ഞാൻ കാണുന്നു. നിങ്ങൾക്ക് മറവായിരിക്കുന്ന ഒന്നും എനിക്ക് മറവാകുന്നില്ല. എല്ലാം ഞാൻ അറിയുന്നു, എല്ലാം ഞാൻ കാണുന്നു. മേലിൽ ഇത് ആവർത്തിക്കരുത്. May God bless you. എന്നാ അമ്മച്ചി, എന്നാ പറ്റി? എടാ മോനെ, എന്റെ മോക്ക് കോൺവെന്റിൽ എന്തോ ഏനക്കേട് പറ്റിയിട്ടുണ്ട്. എനിക്കൊന്ന് അവിടം വരെ പോണം. നേരെ മെടുക്കട്ടമ്മച്ചി, നമുക്ക് പോകാം. നീ ചുമ്മാ ദുസ്വപ്നം വല്ലതും കണ്ടാവോ അമ്മണി? മോൾക്ക് എന്നാ പറ്റാനാ? മോനെ, ഒന്ന് മടത്തിലോട്ട് വിളിക്ക്. എനിക്ക് എന്റെ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കണം. അച്ഛോ, മടത്തുനിന്ന് മദർ വിളിക്കുന്നു, വളരെ അത്യാവശ്യം എന്ന് പറഞ്ഞു. ഹലോ അച്ചോ, നമ്മുടെ അമല സിസ്റ്റർ. മദറിന്റെ ശബ്ദത്തിന് എന്നതാ ഒരു വിറയല്? സിസ്റ്റർ കണിറ്റ് മരിച്ചു കിടക്കുന്ന അച്ചോ. മദറിന് വായിച്ചറിയില്ലേ? പാപത്തിന്റെ ശമ്പളം മരണം. കാളിയാറച്ചൻ വിളിച്ചിരുന്നു. ക്യൂൻ മേരീസ് കോൺവെന്റിന്റെ കിണറ്റിൽ ഒരു ശവം കിടക്കുന്നു. അത് ആരുടേതാണെന്ന് കൂടി പറ. സിസ്റ്റർ അമലയുടെ. ഓ ജീസസ്.
ഇന്നിനി അൾത്താരയിൽ കയറി ദിവ്യബലി അർപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. മനസ്സാകെ കലങ്ങിയിരിക്കുന്നു. കളക്ടർ ബംഗാൾ വിളിച്ച് അവനോട് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണാൻ പറയണം. കേരള ഗവൺമെൻറ്റിലെ മാമച്ചോട് ഇത്രടം വരെ വരാൻ പറയണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ മാമച്ച, എന്താ സംഭവിച്ചത്? ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ടത് സംഭവിച്ചുള്ളൂ. ആ കന്യാസ്ത്രീയുടെ കാര്യത്തിൽ എനിക്കത് ഉറപ്പായിരുന്നു. അവരുടെ നടപ്പത്ര ശരിയല്ലായിരുന്നു പിതാവേ. 1-2 പ്രാവശ്യം ഒരു കന്യാസ്ത്രീയെ കാണാൻ പാടില്ലാത്തതൊക്കെ വെച്ച് അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രാക്ടീസ് നിർത്തിക്കൊള്ളാൻ ഞാൻ മടത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു. ആടിയ നാവും ഓടിയ കാലും ഒരിക്കലും നിൽക്കുകയില്ല പിതാവേ. അഥവാ നിൽക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ ഒടുക്കത്തെ ദിപ്പായിരിക്കും. തികഞ്ഞ ധിക്കാരിയല്ലായിരുന്നു അവര്. 2 ദിവസം മുമ്പ് പള്ളിയിൽ വന്ന് എൻ്റെ അടുത്ത് കുമ്പസരിച്ച സിസ്റ്റർ. അന്നേരം ഏനക്കടന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. എന്തായാലും ചീത്തപ്പേര് കേൾപ്പിക്കുന്നതിന് മുമ്പ് പോയത് നന്നായി. ആനപ്പുണ്ണ് വന്ന ആന നിന്നാലും ചെരിഞ്ഞാലും നാറും പിതാവേ. ഈ സിസ്റ്റർ ജീവിച്ചിരുന്നാലും ചത്താലും ചീത്തപ്പേര നാറ്റവാ. ഇനി നാം എന്തോ ചെയ്യും? മാമച്ചനാവെന്ന് പറഞ്ഞേ. അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാ മാമച്ചൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോ ആദ്യത്തെ ചാവാണോ? അല്ല. ചത്ത സിസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പിതാവാരാ? മിശാമ്പ്രാനാണോ? അതുമല്ല. അപ്പൊ നാട്ടുകാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, കൊച്ചിഷെ കൊന്നതാരാ, കൊച്ചിഷെ കൊന്നതാരാ എന്ന് വെച്ചാൽ ഇങ്ങനെ ലോഹയിട്ടവരൊക്കെ സംശയത്തിന്റെ സൂചിമുനെ നിൽക്കും എരിപൊരിയോടെ. അല്ലേ കളക്ടറെ? രൂപതാധികാരിയുടെയും ജില്ലാധികാരിയുടെയും ചോര ഒരപ്പൻ്റെ തന്നെ അല്ലയോ? സ്വല്പം ചുറ്റിയിട്ടാണെങ്കിലും ഏത് ചോരക്കറയും സർക്കാർ ചെലവിൽ കഴുകിക്കളയാൻ കലക്ടർ പോളച്ച മനസ്സ് വെച്ചാൽ നടക്കത്തില്ലയോ? ഞാൻ വിചാരിച്ചാലൊന്നും നടക്കുകയില്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും ഒന്നും നടക്കത്തില്ല. ഒരു കാര്യം പിതാവ് പ്രത്യേകം ഓർമ്മ വെച്ചേക്കണം. 1-2 മണിക്കൂറിനകം ഇത് ലോകം മുഴുവൻ അറിയിക്കും. എവിടുന്നൊക്കെയാ ഭാര്യങ്ങളുടെ ഓരോരുത്തന്മാർ വരുന്നതെന്ന് മിശാമ്പരം വിചാരിച്ച പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പോലീസുകാരോ പത്രക്കാരോ TV-ക്കാരോ ആര് വന്ന് ചോദിച്ചാലും എങ്കും തൊഴാത്ത മറുപടി അരവിന്ദ് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പുളിപ്പിക്കും മുഴുവനും. നീണ്ടകരപ്പാലത്തെ കയറിയ പോലെ നാറും. ഞാൻ ഇവിടുത്തെ MLA ആയിരിക്കുന്നിടത്തോളം കാലം പിതാവിനും രൂപതയ്ക്കും ഒന്നും സംഭവിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ചത്ത സിസ്റ്ററിന് ഒരു ആങ്ങളച്ചെറുക്കുന്നുണ്ട്. കുമ്പസാരവും കുർബാനയും കൂടാത്തൊരു പരീക്ഷ. കരിന്തിരിയാണവൻ. കത്തിക്കയറാതെ നോക്കിക്കോണം. മാമച്ച മാത്രമേ ഉള്ളൂ എന്നും നമുക്ക് വിശ്വസിക്കാൻ. വാഴ്ത്തല്ലേ. കഴിഞ്ഞ തവണ ഓട്ടുകുത്ത് പെരുന്നാളിന് അവിടുന്ന് അപ്പവും വീഞ്ഞു ഓട്ടും വാഴ്ത്തി വിളമ്പേരേ എന്റെ പന്തിയിലല്ലല്ലോ, തൊടുപുഴക്കാരൻ തോമാച്ചന്റെ പന്തിയിലല്ലേ. ഒരു തെറ്റ് ഏത് മാർപ്പാപ്പായ്ക്കും പറ്റും. ഞാനതങ്ങ് ക്ഷമിച്ചു. വിശപ്പ് സഹിച്ച് സഭയ്ക്ക് വേണ്ടിയും പുന്നശ്ശേരി തിരുമേനിക്ക് വേണ്ടിയും ഈ മാമച്ചൻ പൊരുതും പോരാടും പട നയിക്കും. ഇറ്റലിയിലെ ഷെവലിയാർ മാർക്കോസിനെ പോലെ. ആ തൃക്കൈ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവേ, എവിടെയാ കിണർ? ബാക്ക് സൈഡിലാണ് സാർ. കമാൺ. മദർ സുപ്പീരിയർ. മദർ, ഈ ആരേത്? സിസ്റ്റർ അമലയുടെ അമ്മയാണ് സാർ. ഞാൻ എന്റെ മോളെ ഒരു നോക്ക് കണ്ടോട്ടെ. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോ സാറേ. എന്റെ മോളെ ആത്മഹത്യ ചെയ്യല. നിത്യജീവന് നിരക്കാത്ത ഒരു കാര്യം അവള് ചെയ്യില്ല. ഞാനൊന്ന് അവളെ കണ്ടോട്ടെ. ചേച്ചി സിസ്റ്റർ കാണിക്കരുത് സാറേ. ചേച്ചിക്ക് അത് കാണാനുള്ള ശേഷിയില്ല. എന്റെ മോക്ക് ഈ ഗതി വന്നല്ലോ. പറയല്ലേ ചേച്ചി. ബോഡി ആരാ ആദ്യം കണ്ടത്? സിസ്റ്റർ വിമല.
ഫയർഫോഴ്സ് റെഡിയാണ് സാർ. ബോഡി പുറത്തേക്ക് എടുത്തോളൂ. സാർ. പതുക്കെ. ഈ റൂം സീൽ ചെയ്യണം. സാർ. സാർ. എല്ലാം പ്രോപ്പറായിട്ട് നോട്ട് ചെയ്തേക്കണം. റിഗർ മോർട്ടിസ്. ബോഡി ഇനി മരവിച്ചിട്ടില്ല. അതായത് മരിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം. ഇപ്പൊ സമയം 9:10. അപ്പോൾ ഇന്നലെ രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ആയിരിക്കും മരണം സംഭവിച്ചിട്ടുള്ളത്. എഴുത്തച്ഛാ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. സാർ.